സോ എങ്ങനെയുണ്ടായിരുന്നു ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോൾ? ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഫിലിം തിയേറ്ററിലെ റെസ്പോൺസ് ഫസ്റ്റ് ഡേ ഞാൻ ഇങ്ങനെ അറിയുന്നത്. നേരത്തെ കറൻറ്റ് സൈഡ് ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് രാവിലെ വനിത തിയേറ്ററിലുള്ളൊരു മാഡ്നസും പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പറയുമ്പോൾ പ്രായമുള്ള ആൾക്കാർ വരെ ഓടി വന്നിട്ട് എന്താണ് എൻഡിങ് ഭയങ്കര അപ്പോൾ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് നമുക്ക്. എന്താണ് ഫിലിം മൊത്തം ഒരു ടെൻഷനും ആൻസൈറ്റിയൊക്കെ ഉണ്ടെങ്കിലും അവസാനത്തേക്ക് എത്തുമ്പോൾ ആ ഒരു എല്ലാവരും ഒക്കെ ഒരു ഹാർട്ട് വാമിങ് മൂവ്മെൻ്റ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഭയങ്കര റെസ്പോൺസാണ് ആദ്യത്തെ ദിവസം തന്നെ കിട്ടുന്നത്. വളരെ ഐ മീൻ നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിട്ട് എക്സീഡ് ചെയ്തു. സോ വി ആർ ഓൾ ഹാപ്പി. അതായത് നല്ല സിനിമ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനു മുമ്പും ഇതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പം പിന്നെയും നമ്മൾ ഹമ്പിൾഡാവും. സോ എനിക്ക് എപ്പോഴും പറയാനുള്ളത് പ്രേക്ഷകരോട് നന്ദിയാണ്. കാര്യം എന്തൊക്കെ തന്നെ നടന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അതേപോലെ ഐ റിയലി മിസ് ഉർവശി ചേച്ചി ടുഡേ. ചേച്ചി വിളിച്ചിരുന്നു, കുറേ നേരം സംസാരിച്ചു. ചേച്ചി ഭയങ്കര ഹാപ്പിയാണ്. ചേച്ചി ഇനി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ചേച്ചി ഒന്നും കൂടെ വിളിച്ച് സംസാരിക്കണം. ചേച്ചി ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഐ കാണ്ട് ഇമാജിൻ ദിസ് മൂവി വിത്ത് ഹർ. പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തന്ന ക്രിസ്റ്റോനോട് ഐ ഹാവ് ടു സേ താങ്ക് യു അഗൈൻ. പിന്നെ അഫ്കോഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള കിരൺ ദാസ്, ഷെനാദ്, സുഷിൻ, ധന്യ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ ബാബ സാറിൻ്റെ ആർട്ട് ഡയറക്ഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ആവുന്നത്. സോ ഐ വോണ്ട് ടു താങ്ക് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ്, അവർ ക്രൂ മെമ്പേഴ്സ്, സോറി. ആൻഡ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ഫോർ ഫോളോയിങ് അസ് യുവർ ഫോൺസ് ആൻഡ് നമ്മളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിന് നന്ദി. താങ്ക് യു. സോ ഉർവശി ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ എല്ലാം അറിയാം. അപ്പോൾ എങ്ങനെയാണ് പാർവതിയിലേക്ക് എത്തിയത്? എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഇല്ല, കഥ ആദ്യം ആലോചിച്ച പാർട്ടിയെ പറ്റിയാണ് ആലോചിച്ചത്. സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പാർട്ടിയുടെ അടുത്ത് തന്നെയാണ് ആദ്യം എത്തിയത്. എന്ത് ലക്കിയല്ലേ അങ്ങനെ ആലോചിക്കുമ്പോൾ. ലൈക്ക് വെൻ റൈറ്റേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ആദ്യം നമ്മളെ പറ്റി ചിന്തിക്കുന്നു എന്ന് പറയുന്നതൊക്കെ എക്കാലത്തും ഭാഗ്യമാണ്. അത് എപ്പോൾ വേണമെങ്കിലും പോവാവുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും അത് നിൽക്കാം. ആക്ടേഴ്സ് ആർ ജസ്റ്റ് വെയിറ്റിംഗ് ടു ബി ചോസൺ. അപ്പം വേദയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സോഷ്യൽ അവയർനെസ് ഉള്ളൊരു ടോപ്പിക് എടുത്ത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് വരുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട്. അപ്പം അത് അങ്ങനെ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം അതിനിടയ്ക്ക് സ്ക്രിപ്റ്റ് അങ്ങനെ നോക്കുന്നുണ്ടോ? ഇല്ല, ഓഫ് കോഴ്സ് എല്ലാ സ്ക്രിപ്റ്റ് വരുമ്പോഴും ഞാൻ അത് നോക്കലുണ്ട്. അത് നോക്കിയിട്ട് കണ്ടുപിടിക്കലല്ല, അതിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ സംവിധായകൻ്റെ ആ വിഷനുമായിട്ട് അതിനോടൊരു ന്യായം പുലർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാൽ തന്നെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു സംഭവം വന്നു പോയിട്ടുണ്ട്. അത് സക്സസ് ആണെങ്കിലും സോ കോൾ സക്സസ് അല്ലാതെ പോകുന്നതാണെങ്കിലും ഒരു 100% വിശ്വാസത്തിൽ നിൽക്കുന്ന ഡയറക്ടർ നിൽക്കുമ്പോൾ നമ്മൾ 100% തന്നെ ചേരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ഇറങ്ങിട്ടേ ഞാൻ. താങ്ക് യു. താങ്ക് യു. ടാറ്റ.